മോഹങ്ങൾ, പ്രതീക്ഷകൾ, പ്രത്യാശ ഇതൊക്കെയാണല്ലോ പലപ്പോഴും ഒരു രാഷ്ട്രീയ കക്ഷിയെ മുന്നോട്ട് നയിക്കുന്നത്. എന്തെങ്കിലും ഭരണത്തിലെത്താം, രാഷ്ട്രത്തിന്റെ ഭാഗധേയം നിർണയിക്കാം. ഈ പ്രതീക്ഷ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്കുണ്ടാവും. അതാണ് പാർലമെന്ററി ജനാധിപത്യ രീതി. പലപ്പോഴും പറയുന്നത്, ഒരു പ്രതിപക്ഷത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഷാഡോ ക്യാബിനറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻ വെയിറ്റിംഗ്. അതായത് ഈ ഭരണകൂടം, ഇപ്പോഴത്തെ കണക്കിൽ പറഞ്ഞാൽ മോദി നയിക്കുന്ന NDA ഭരണകൂടം താഴെ വീഴുകയാണെങ്കിൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണി, ഇതാരാണ്, രാഹുൽ ഗാന്ധിയാണോ മറ്റാരെങ്കിലും ആണോ തീരുമാനിക്കപ്പെടണം, അവർ നയിക്കുന്ന ഇന്ത്യ മുന്നണി ആ സ്ഥാനം ഏറ്റെടുക്കാൻ വില്ലിങ് ആകും. പക്ഷെ വെറുതെ ഏറ്റെടുക്കാനാവില്ല, ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ അത് സാധിക്കൂ. പക്ഷേ നിലവിലെ ലോക്സഭയിൽ, 18ാമത്തെ ലോക്സഭയിൽ ഇപ്പോൾ നിലവിലുള്ള സങ്കീർണമായ കണക്കുകൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെയാണ് മല്ലികാർജുന ഖാർഗെയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതീക്ഷ പങ്കിടൽ പ്രസക്തമാകുന്നത്. മല്ലികാർജുൻ ഖാർഗെ പറയുകയാണ്, ഈ ഗവൺമെന്റിന് അധികകാലം ഭാവിയില്ല, ഇത് താഴെ വീഴും, ഞങ്ങൾ തയ്യാറാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ, പക്ഷെ എപ്പോൾ എന്നത് പ്രസക്തമല്ല, ഇത് കാലാവധി പൂർത്തിയാക്കില്ല എന്ന ഉത്തമ ബോധ്യം പ്രതിപക്ഷത്തിന്റെ സ്വരമായ കോൺഗ്രസ് പാർട്ടിയുടെ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. നമുക്ക് വേണമെങ്കിൽ പരിഹസിച്ച് തള്ളാം, വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് പ്രതിപക്ഷ നേതാവും അല്ലെ പ്രതിപക്ഷത്തെ ഒരു സമുന്നത നേതാവ് അല്ലെ ഒരു പാർട്ടി, ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് പറയുന്ന സ്വാഭാവികമായ ആഗ്രഹ പ്രകടനങ്ങൾ എന്ന നിലയിൽ തുച്ഛീകരിച്ച് കാണാം. അദ്ദേഹം അതിനു മുമ്പും പറഞ്ഞതാണ്, ഞങ്ങൾക്ക് 295 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് എക്സിറ്റ് പോളിനെ തീർത്തും തള്ളിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അത്രയുമൊന്നും എത്തിയില്ല എങ്കിലും 234 സീറ്റിലേക്ക് അപ്രതീക്ഷിതമായി ഇന്ത്യ മുന്നണി എത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയെ പൂർണ്ണമായി എഴുതി തള്ളാനാവില്ല എന്നതും വളരെ വ്യക്തമാണ്. പ്രതീക്ഷയ്ക്കൊത്ത് NDA മുന്നണി ഉയർന്നില്ല എന്നത് വാസ്തവമാണ്. ഒരു നിരീക്ഷണം എന്ന നിലയിൽ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് ഒരുപക്ഷെ NDA മുന്നണിക്ക് കുറച്ച് മേൽക്കൈ ഉണ്ടാകും, ഒരു 330-340 സീറ്റോളം ഉണ്ടാവും, 300 കടക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ 292 നിൽക്കുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചതുമില്ല. അപ്പൊ ഇത് ജനവിധിയാണ്. ആ ജനവിധിയെ ഹ്യൂമിലിറ്റിയോടെ അംഗീകരിച്ചുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും എല്ലാം തന്നെ ഞങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം മതി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴിങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വരുന്ന ആദ്യ സമ്മേളനത്തിൽ തന്നെ എന്തെങ്കിലും കല്ലുകടി ഉണ്ടാകുമോ? 24-ാം തീയതി കൂടുന്ന പാർലമെന്റിന്റെ ജൂൺ 24-ാം തീയതി കൂടുന്ന ആദ്യ സമ്മേളനം സുഗമമാകാനാണ് സാധ്യത. ഇവിടെ ഒരു സാധ്യത ഇന്ത്യ മുന്നണി കാണുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദമുണ്ടാകുമോ, തെലുഗുദേശം പാർട്ടിയുടെ അസ്വസ്ഥത ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രകടമായി അവർ പ്രകടിപ്പിക്കുമോ, എന്തെങ്കിലും ഒരു സാധ്യത തങ്ങൾക്കുണ്ടോ എന്ന് നോക്കും. എന്റെ ഉത്തരം, എന്റെ നിഗമനം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സുഗമമായി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മുന്നണിക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കപ്പെടും. അത് ആദ്യ സ്റ്റേജ്. പക്ഷെ ഇനിയുള്ള കാലം അത്ര സുഗമമാകണമെന്നില്ല. കാരണം 3 സംസ്ഥാനങ്ങൾ, 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ഒക്ടോബർ മാസം. അതിൽ ഏറ്റവും പ്രധാനം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു വളരെ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത്. ഇന്ത്യ മുന്നണിയുടെ 3 കക്ഷികളും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കി. 13 സീറ്റുമായി കോൺഗ്രസ് പാർട്ടിയും, 9 സീറ്റുമായി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും, 7 സീറ്റുമായി ശരത് പവാറിന്റെ NCPയും കരുത്ത് തെളിയിച്ചപ്പോൾ BJPക്കും സഖ്യകക്ഷിയായ ഷിൻഡെയുടെ ശിവസേനയ്ക്കും അതുപോലെ അജിത് പവാറിന്റെ NCPക്കും കാലിടർന്നു. ഇതേ ഫോർമേഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത അവിടെ കാണുന്നു. ഏതെങ്കിലും രീതിയിൽ ഉദ്ധവ് താക്കറെയെ BJP പക്ഷത്തേക്ക്, അല്ലെങ്കിൽ ശിവസേനകളുടെ ലയനത്തിലൂടെ ഉദ്ധവ് താക്കറെയെ BJPയിലേക്ക്, അല്ലെങ്കിൽ ശിവസേന, അവിഭക്ത ശിവസേന ഒരിക്കൽ കൂടി ഒരുമിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ ഒരുപക്ഷെ BJPക്ക് മേൽക്കൈ ലഭിക്കും മഹാരാഷ്ട്രയിൽ. പക്ഷെ അത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ NDAയുടെ നില സ്വല്പം പരിഗണിലാണ് മഹാരാഷ്ട്രയിൽ. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ MP-മാർക്ക് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ 7 സീറ്റുകളുടെ കാര്യമാണ്. അതാണ് ഒരു പ്രതീക്ഷ. അജിത് പവാറിന്റെ പാർട്ടി ഒരുപക്ഷെ ശരത് പവാറിന്റെ പാർട്ടി ലയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ അവിഭക്ത അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ യോജിച്ച ശിവസേനയും ഒരിക്കൽ കൂടെ യോജിച്ച NCPയും കോൺഗ്രസും ചേർന്നാൽ BJP മാത്രമായി പ്രതിപക്ഷത്താകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഇവരുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യത മാത്രമാണ്.
അതാണ് ഒരു സാധ്യത. അങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാർ ദുർബലപ്പെടില്ല, അവർക്ക് നമ്പർ ഉണ്ടല്ലോ. രണ്ടാമത്തെ സാധ്യത ഹരിയാനയിലാണ് ജാട്ട് പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ഗുഡ്സ്യതാരങ്ങളുടെ പ്രക്ഷോഭം. ഇതെല്ലാം തന്നെ BJP വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു സംസ്ഥാനമാണ് ഹരിയാന. അവിടെ പക്ഷെ BJP പിടിച്ചു നിന്നു. 5 സീറ്റുകൾ ലഭിച്ചു, 5 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു. അങ്ങനെ സമാസമം നിൽക്കുകയാണ് ഹരിയാനയിൽ. പക്ഷെ ഹരിയാന ആഞ്ഞു പിടിച്ചാൽ കോൺഗ്രസും ആപ്പും ചേർന്ന സഖ്യം കുറച്ചുകൂടി ഊർജിതമായി പ്രവർത്തിച്ചാൽ ഹരിയാനയിൽ ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഹരിയാനയിൽ അവിടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയും. അത് മാത്രമല്ല, ജാർഖണ്ഡാണ് ഇനിയുള്ള ശക്തി പരീക്ഷ. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് അഴിമതി കേസിൽ. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായി അല്ലായിരുന്നു ജനവിധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആകണമെന്നില്ല. ഒരു പ്രാദേശിക കക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും അതിന്റെ നേതാവ് ഹേമന്ത് സോറനും തീർച്ചയായും പൂർണ്ണമായി എഴുതിത്തള്ളാവുന്ന നിലയിലല്ല കോൺഗ്രസുമായ സഖ്യത്തിൽ ഒരുപക്ഷെ അവർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ജാർഖണ്ഡിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സാന്നിധ്യമായി ഹിന്ദി ഹൃദയഭൂമിയിൽ. അതോടൊപ്പം തന്നെയാണ് ഏറെ കണ്ണുകൾ നീളുന്ന കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. കാശ്മീരിൽ ഭരണഘടനാപരമായി തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒക്ടോബറിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നേ മതിയാവൂ. അങ്ങനെ നടന്നാൽ ഇപ്പോഴുള്ള സമനില ജമ്മു മേഖലയിൽ BJP ആണ് ജയിച്ചു വന്നത്, കാശ്മീർ മേഖലയിൽ പ്രാദേശിക കക്ഷിയായ നാഷണൽ കോൺഫറൻസ് ജയിച്ചു വന്നു, ലഡാക്ക് മേഖലയിൽ ഒരു സ്വതന്ത്രം ജയിച്ചു വന്നു, അദ്ദേഹം കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ രണ്ട് മുന്നണിക്കും പ്രസ്റ്റീജ് പോരാട്ടമാണ്. കാശ്മീരിൽ സ്ഥിതിഗതികൾ നോർമലായി എന്ന് NDA ക്ലെയിം ചെയ്യുന്നു, നരേന്ദ്രമോദി ക്ലെയിം ചെയ്യുന്നു. ഇത് ശരിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ നല്ല വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാകണം, ശാന്തമായ തെരഞ്ഞെടുപ്പ് നടക്കണം. ആരും ജയിച്ചോട്ടെ, ഒരുപക്ഷെ BJP ജയിക്കില്ലായിരിക്കും, പ്രാദേശിക കക്ഷികളും കോൺഗ്രസും എല്ലാം ചേർന്ന ഒരു മുന്നണിയായിരിക്കാൻ രൂപീകരിക്കുന്നത്. പക്ഷേ ഡെമോഗ്രാഫിക് കോമ്പൻസേഷൻ ഡീലിമിറ്റേഷനിലൂടെ കാശ്മീരിൽ മാറിയിരിക്കുന്നു. അതിന്റെ ഫലം എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരു സൂചനയായി കണ്ടാൽ ഇവിടങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കാലിടറിയാൽ ആ ഒരു ഇടറുമെന്ന പ്രതീക്ഷയായിരിക്കാം കോൺഗ്രസ് നേതാവ് മല്ലികാർജുന ഖാർഗെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ NDA മുന്നണിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് ഘടകകക്ഷികൾ തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി മനസ്സിനുള്ളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ ട്രാക്ക് റെക്കോർഡ്, അതുപോലെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ഇപ്പോൾ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന 5 MP-മാരുള്ള ലോക് ജനശക്തി പാർട്ടിയുടെ ട്രാക്ക് റെക്കോർഡ്, നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന്റെ ട്രാക്ക് റെക്കോർഡ്, ദേവഗൌഡയുടെ പാർട്ടിയായ ജനതാദൾ സെക്യുലറിന്റെ ട്രാക്ക് റെക്കോർഡ്, അതുപോലെ ശിവസേന ട്രാക്ക് റെക്കോർഡ്, ഇതെല്ലാം തന്നെ അത്ര വലിയ പ്രതീക്ഷ നൽകുന്നതല്ല BJPക്ക്. അതുകൊണ്ട് അവരൊക്കെ കളം മാറി ചവിട്ടിയാൽ, അത് സൂചനയാണ്, കളം മാറി ചവിട്ടിയാൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകും. ഒരുപക്ഷെ ആ പ്രതീക്ഷ തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 1-2 വർഷം കാര്യമായ ചലനങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ 5 വർഷം തികയ്ക്കുമെന്ന് മുൻകൂട്ടി ഗണിച്ചു പറയാവുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ. എന്തും സംഭവിക്കാം.